ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ പിണറായി ഭരണത്തിന് അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്നതെന്ന് UDF ജില്ലാ ചെയർമാൻ CK ഷാജി മോഹൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ പ്രചരണാർത്ഥം കൂടിയ കായംകുളം നോർത്ത് മണ്ഡലം UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ പിണറായി വിജയൻ ഭരണത്തിന് അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് UDF ജില്ലാ ചെയർമാൻ CK ഷാജി മോഹൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്നത് തട്ടിപ്പിന്റെ കഥകളാണെന്നും ഇവ ഞെട്ടിക്കുന്നതാണെന്നും ഷാജി മോഹൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ പ്രചാരണാർത്ഥം ചേർന്ന കായംകുളം നോർത്ത് മണ്ഡലം UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം ചെയർമാൻ കടയിൽ രാജൻ അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KP ശ്രീകുമാർ, കറ്റാനൻ ഷാജി, അഡ്വക്കേറ്റ് E സമീർ, സെക്രട്ടറിമാരായ N രവി, A ത്രിവിക്രമൻ തമ്പി, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി H ബഷീർകുട്ടി, നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ U മുഹമ്മദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T സൈൻലാബ്ദീൻ, DCC ജനറൽ സെക്രട്ടറിമാരായ AJ ഷാജഹാൻ, AP ഷാജഹാൻ, C സാദിഖ്, S രാജേന്ദ്രൻ, നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി, UDF നിയോജക മണ്ഡലം ചെയർമാൻ A ഇർഷാദ്, കൺവീനർ AM കബീർ, ചിരാമത്ത് റഷീദ്, A താഹക്കുഞ്ഞ്, സുരേഷ് കാവിനേത്ത്, അരിത ബാബു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ഷുക്കൂർ വഴിച്ചേരി, വള്ളിയിൽ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. അതേ കാലം ആരാധിക്കുന്നതിന് വേണ്ടി ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ട് എരുവയിൽ 7,60,000 രൂപയാണ് കൊടുത്തതെങ്കിൽ 8 ലക്ഷം രൂപ കൊടുത്ത് എന്ന് കണക്കെഴുതി വെച്ചു പിണറായി വിജയൻ സർക്കാർ. എന്നിട്ട് അവിടെ അവർ പാടാൻ വന്നില്ല, ഭജന ആലപിക്കാൻ അവർ വന്നില്ല. ആഗോള അയ്യപ്പ സംഗമത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടന്നിരിക്കുന്നു. 3.5 കോടി, ഏതാണ്ട് 7 കോടിയോളം രൂപയാണ് അതിനുവേണ്ടി ചെലവാക്കിയിരിക്കുന്നത്. 3.5 കോടി രൂപയുടെ കൊള്ള നടന്നു എന്ന് വളരെ പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുന്നു. ബാക്കിയിൽ എത്ര കോടി രൂപ അടിച്ചു മാറ്റിയെന്ന് കണക്കുകൾ പരിശോധിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ. അവിടെ കോട്ടയത്തുകാരുടെ ഈ നന്ദഗോപൻ ടീം എന്ന് പറയുന്ന അവരുടെ ഭജന ആലപിക്കുവാൻ പോലും കഴിഞ്ഞില്ല, അവരോട് എത്തിയതുമില്ല. പക്ഷേ അവർക്ക് 8 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതുപോലെ പകൽക്കൊള്ള നടത്തുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ഭരണചരിത്രത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ മുതൽ കട്ടവരെ ഒരു കാരണവശാലും ജനങ്ങൾ വെറുതെ വിടില്ല, ദൈവം വെറുതെ വിടില്ല. ദൈവത്തിന്റെ നാടെന്ന് നമ്മൾ അഭിമാനപൂർവ്വം കേരളത്തെക്കുറിച്ച് നമ്മൾ ഉദ്ഘോഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ മുതൽ കൊള്ളയടിക്കുന്ന കള്ളന്മാരുടെ നാട്, കമ്മ്യൂണിസ്റ്റുകാരുടെ നാട്, ഭരണാധികാരികളുടെ നാട് ആണ് കേരളം എന്ന ആപ്തവാക്യം രാഷ്ട്രീയത്തിൽ എഴുതി ചേർത്തവരാണ് കേരളം ഭരിക്കുന്നത്. CDNet ന്യൂസ് കായംകുളം.